വെച്ച് കളിക്കുകയാണ്. അപ്പം നമ്മൾ പീക്ക് പറഞ്ഞു കാര്യമായിട്ട് ലൂട്ടൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കാം. അപ്പം നമ്മൾ പീക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ അടുത്ത് നമുക്ക് എനിമി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് 94 കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ വെച്ചാൽ നമുക്ക് അത്യാവശ്യം അടിച്ചിടാൻ നോക്കാം ഗൈസ്. പെർഫെക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടീമേറ്റ് 4 ഡോണായിട്ടുണ്ട്. ഇവിടെ എവിടെയായിട്ട് എനിമിയുണ്ട്. നമുക്ക് അവിടെ എനിമിയുണ്ട്. നമുക്ക് 30 മീറ്റർ പോവാം. ഇവിടെ ഗ്ലൂ ഇട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ ഫ്രണ്ട് കയറുന്ന ഗൈസ്. ഞാൻ മാക്സിമം കുത്തിപ്പിടിച്ച് നോക്കാക്കാൻ നോക്കുന്നുണ്ട്. ആ ഓടുന്നു ഗൈസ്. അവിടെ ഉള്ളിൽ വേറെ എടുക്കുന്നു. നമുക്കങ്ങനെ ഫിനിഷ് ആക്കാം ഗൈസ്. അപ്പം നമ്മുടെ ബാക്കിന്ന് അതായത് ടീക്ക് വേറുന്ന 4 അടിച്ചിട്ട് തോന്നുന്നു. നല്ല രീതിയിൽ ഇത് വരുന്നുണ്ട്. നമുക്ക് നമ്മളൊക്കെ കിട്ടുന്നു. നമ്മ ഇട്ടൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മ ഹീൽ ചെയ്യാൻ വേണ്ടി ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ഫ്രണ്ടിൽ മറ്റേ നമുക്ക് ഡാമേജ് കിട്ടുന്ന സാധനം കിട്ടുന്നുണ്ട്. നമ്മൾ നോക്കാം. നമ്മൾ ടീമേറ്റ്സിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടീമേറ്റ് നമ്മളെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ ക്ലോക്ക് ടവറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാര്യമായിട്ട് വല്ല ലൂട്ടും കിട്ടും നോക്കാം. മാക്സിമം കില്ലെടുക്കണം. ഇല്ലെങ്കിൽ മൈനസ് കിട്ടും. നമുക്ക് നമ്മൾ മാക്സിമം ഒളിഞ്ഞിരുന്നാണ് അടിക്കാൻ നോക്കണേ. നമ്മ ഒരു മാക്സിമം കില്ലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ കുറേ ഫൈറ്റിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് ഗ്ലൂ വളക്കിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് കാര്യമായിട്ട് ഗൺസിനും കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് M97 കിട്ടി ഗൈസ്. നമുക്ക് മാക്സിമം ഹെഡെങ്കിലും അടിക്കാൻ നോക്കാം. നമുക്ക് ലോങ് റേഞ്ച് ABCD കിട്ടുന്നുണ്ട്. നമുക്ക് മാക്സിമം റഷ് ചെയ്ത് ആക്കാൻ നമ്മൾ ഗണ്ണുണ്ട്. നമ്മൾ അവിടെ ഒരു എനിമീൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. ചാവുന്നില്ല. അവ ഉള്ളിലേക്ക് ഓടിപ്പോയി. അതിൻ്റെ ടീമേറ്റ്സിനാർ അതിൻ്റെ അടുത്തുണ്ടാവും ഗൈസ്. അതിൻ്റെ ടീമേറ്റ് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. നമ്മളെ ABCD വെച്ച് അടിക്കാൻ നോക്കി. നമ്മൾ ബൂം കിട്ടുന്നുണ്ട് ഗൈസ്. M97 തല അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി കില്ല് ഫിനിഷാക്കി ഇവൻ്റെ ലൂട്ടെന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്. ഇവൻ്റെ കാര്യമായിട്ട് ലൂട്ടൊന്നുമില്ല. കുറച്ച് SMG എന്നൊക്കെ നിന്നു. നമുക്കത് കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ ടീമേറ്റ്സിനൊക്കെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ടീമേറ്റ് ഇപ്പോൾ ചത്തുണ്ട്. നമ്മുടെ ഫ്രണ്ടിലൊരു എനിമിൻ്റെ ഗൈസ്. അങ്ങനെ നമ്മളെ കണ്ടിട്ടില്ല. നമുക്കാണ് ABCD വെച്ചൊരു ഹെഡ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ടീമേറ്റ്സിൻ്റെ റിവ്യൂ ചെയ്യാം ഗൈസ്. ഇപ്പം മാക്സിമം പ്ലസ് കിട്ടും ഗൈസ് റിവ്യൂ ചെയ്യുന്നതിലൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടെന്ന് നോക്കാം ഗൈസ്. പിന്നെ ഒരു ടീമേറ്റും കൂടി ഉണ്ട്. അവരെയും കൂടെ അങ്ങ് റിവ്യൂ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മേലൊന്ന് പോയി നോക്കാം. അടിയിൽ ഒരു എനിമി ചാടി വരുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ കുത്തിപ്പിടിച്ച് ലോക്കായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി വെളിയിലാണെങ്കിൽ ഗൈസ് ഫ്രണ്ടിൽ വേറൊരു എനിമി. നമുക്ക് അവന് 2 ഹെഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നെറ്റിപ്പിടിച്ചിട്ടാണെങ്കിൽ നമ്മളവനെ നോക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് താഴെ ഒന്ന് പോയി നോക്കാം ഗൈസ്. നല്ല എനിമി ഉണ്ടെങ്കിൽ മാക്സിമം കില്ലെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഗൈസ്. മേലെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അവനെയും കൂടി ഒന്ന് ഹെഡ് അടിച്ച് നോക്കാക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ആ കില്ല് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ലൂട്ട് ബോക്സിന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ വേറൊരു ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മാക്സിമം അടിക്കാൻ നോക്കി നമ്മുടെ ടീമേറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ആ മേലത്തെ വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്കവനെ മാക്സിമം കൊല്ലാൻ നോക്കില്ല. പറഞ്ഞാൽ ടീമിനെ ഫുള്ളാൻ വൈപ്പാക്കുന്നത് ഗൈസ്. അവൻ നമ്മൾ ഉള്ളിൽ പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബാക്കിൽ കൂടെ പോയി അവനെ അടിക്കാൻ നോക്കാം. അപ്പം നമ്മുടെ വേറൊരു ടീമേറ്റിനെ
കൊന്നുണ്ട് ആരോ. നമുക്ക് അവനങ്ങ് നോക്കിയിട്ടുണ്ട്. നമുക്ക് ചില്ലെങ്ങനെയെങ്കിലും ഫിനിഷാക്കണം. ഇല്ല പറഞ്ഞാൽ അത് ഏതെങ്കിലും ഇരുന്ന് കുന്നിട്ട് പോയാൽ നമ്മ മൂഞ്ചും. നമുക്ക് ഇതിൻ്റെ മേലെ കയറി ഒന്ന് കില്ല് ഫിനിഷാക്കാമെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ ചാടാം, കില്ല് ഫിനിഷാക്കാം, സ്കോപ്പ് ഇടേണ്ടി വരും. അപ്പം നമുക്കിപ്പോൾ ഏതില്ല, അതിൻ്റെ അത്യാവശ്യം കില്ലുണ്ട്. നമുക്ക് ഇനിയും കില്ല് കൂടുകയാണെങ്കിൽ ഇനിയും കുറേ പ്ലസ്സുകൾ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇനി മാക്സിമം അവിടെ കവർ ചെയ്തിരിക്കണം. മാക്സിമം ബോയ് അടിക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. നമുക്ക് മറ്റേ നമ്മളൊരു ടീമേറ്റ് ഉണ്ട്, അവനെയും കൂടി ഒന്ന് റിവൈവ് പൊക്കി വിട്ടേക്കാം. അപ്പം നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലൂട്ടിട്ട് നോക്കാം. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ലാത്ത കാരണം നമുക്ക് നേരെ സൈഡിൽ കൂടെ പോയേക്കാം. ഈ സപ്പ സൈഡിൽ കൂടെ ഒരുത്ത മോൺസ്റ്റർ ട്രക്കായിട്ട് ഇങ്ങനെ പോകണതാണ്. കണ്ട് നമുക്കവനെ മാക്സിമം കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അവൻ്റെ ടീമേറ്റാണ് അവന് റിവൈവ് അടിച്ച് വിട്ടതായിരിക്കും. അവൻ വേറെ അവിടെ പോയി ഇറങ്ങി ഇങ്ങോട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നേ. ഇപ്പം സ്കോപ്പ് ഇട്ടാൻ കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കാം. ചാവില്ല, ബ്ലൂ ആയിട്ട് വയസ്സ്. അവൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ ടീമേറ്റാണ് ഇവിടേക്ക് ഓടി വയ്ക്കുന്നത്. നമുക്ക് അവൻ്റെ അടുത്ത് പോയി റെസ്റ്റ് ചെയ്തും ആ ടീമേറ്റ് എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടെ അവനെ കൊന്നേക്കാം. അവന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഗ്ലൂവോളെ പൊട്ടിക്കാൻ വേണം തോന്നുന്നു. നമ്മൾ ടീമേറ്റ് എൻ്റെ മേലെ ചവിട്ടി ചാടില്ലേ. അവൻ എഴുതിയടിക്കുന്ന സമയത്ത് നമുക്ക് അവൻ്റെ മേലെ കൂടി ചാടി നമ്മൾ അവനക്ക് നല്ല പൊട്ടിക്കൽ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അവനെ ഫിനിഷ് ചെയ്യാം. ഇനി ഫ്രണ്ടിലുള്ള അവൻ്റെ ടീമേറ്റിനെയും കൂടെ നമുക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കാം ഗൈസ്. അവൻ സൈഡിലാണ്, നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ആ മരത്തിൻ്റെ ബാക്കിൽ ഇരിക്കണ അവനെ ഫിനിഷാക്കാം ഗൈസ്. ബാറ്റൊന്നും അടി വന്നു ഗൈസ്, ബാറ്റൊന്നും അടി വരുന്ന ഗൈസ്. നമ്മളെ ബാറ്റൊന്നും ഇതിൻ്റെ നേരത്തെ കൊന്ന ടീമേറ്റ് അറിഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ടീമേറ്റ് ജയിപ്പിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം.